മുനമ്പം സമരം ഒരു മാസം പിന്നിടുമ്പോൾ ആ സമരം തണുപ്പിക്കാൻ സർക്കാരിന്റെ ഇടപെടലുകളുണ്ടായി. ഈ മാസം 22-ാം തീയതി സർക്കാർ യോഗം വിളിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഈ അനുനയ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയായി സമസ്തയുടെ നിലപാട് വന്നിരിക്കുന്നത്. മുനമ്പത്തെ ഭൂമി വകഭൂമിയാണെന്ന സമസ്തയുടെ നിലപാട് ഏത് രീതിയിലായിരിക്കാം ഇനി സമരത്തെ പ്രതിഫലിക്കുക? കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറും ഈ മുനമ്പത്തെ സമരം, ഈ അതിജീവന സമരം പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയുമായിട്ടുള്ള ഫാദർ ഫിലിപ്പ് കവിയിൽ ഇപ്പോൾ ന്യൂസ് 8-നൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, ഇപ്പോൾ ഈ സമസ്തയുടെ നിലപാട് ഈ പ്രശ്ന പരിഹാരത്തിനൊരു വിലങ്ങുതടിയാകുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് ഈ സമസ്തയുടെ നിലപാടിനെ കാണുന്നത്? ഒരിക്കലുമില്ല, അത് ഒരു വിലങ്ങുതടിയാകുന്ന പ്രശ്നമേ ഇല്ല. കാരണം മുസ്ലിം സമുദായത്തിൽ അനേകം വിഭാഗങ്ങളുണ്ട്, പലവിധ ചിന്താരീതികളുണ്ട്. അതിൽ എല്ലാവരെയും സ്നേഹിക്കണമെന്നും എല്ലാവരോടും സഹിഷ്ണുതയിൽ ഇടപെടണമെന്നും പറയുന്ന അനേകം സുമനസ്സുകളുണ്ട്. എന്നാൽ ചുരുക്കം ചില തീവ്രവാദ നിലപാടുള്ള ആളുകളുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം വികാര പ്രകടനമാണെന്ന് നമ്മൾക്ക് വിലയിരുത്താൻ സാധിക്കുകയില്ല. സമസ്തയുടെ ആളുകൾ പറഞ്ഞത് അതിൽ തന്നെ ഏതോ 1-2 ആളുകളുടെ അഭിപ്രായമാണ്. അതിനെ പൊതുവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് മുസ്ലിം സമുദായത്തിലെ വളരെ പ്രബലമായ ഒരു സംഘടനയായ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞത് നമ്മൾ ഇന്ന് കണ്ടതാണ്. ഇത് സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ കാരണമാകില്ല ഇതുപോലുള്ള ഒരു നിലപാടുകൾ? അങ്ങനത്തെ ചിന്താഗതികൾ ഒരിക്കലും സമൂഹത്തിന് ഭൂഷണമല്ല. ഒരു പ്രശ്നം പരിഹരിക്കുവാൻ എല്ലാവരും കൂടി ചർച്ച വേണമെന്നും അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ അത് സാധിക്കില്ല എന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ വർഗീയവാദികളും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുമെന്ന് സമൂഹം തിരിച്ചറിയും. ഇപ്പോഴത്തെ നിലപാടുകളിൽ സഭയ്ക്ക് ആശങ്കയുണ്ട്? സഭയ്ക്കും ഈ സമര പോരാളികൾക്കും ആശങ്കയുണ്ട്? സഭയ്ക്കും സമര പോരാളികൾക്കും യാതൊരു ആശങ്കയുമില്ല. കാരണം നമ്മളുടെ സമരം ന്യായമാണെന്ന് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള എല്ലാവരും തന്നെ അംഗീകരിച്ച കാര്യമാണ്. ഉദാഹരണത്തിന് മുസ്ലിം സമുദായത്തിലെ തന്നെ സമുന്നതരായ നേതാക്കള്, ഇമാംമാര് തുടങ്ങിയ ആദരണീയരായ ആളുകൾ ആ സമരപന്തലുകളിൽ വന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇത്രയും നല്ല മനസ്സുകളുള്ള മനുഷ്യരിവിടെയുണ്ട്. ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത് ഈ മുനമ്പ് പ്രശ്നത്തിന് തട്ടിക്കൂട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാതെ ശാശ്വതമായ പ്രശ്നപരിഹാരം ഉണ്ടാക്കണം. ശാശ്വതമായ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് ആ സ്ഥലം കരമടയ്ക്കുന്ന ആ റവന്യൂ ഭൂമിയിൽ അവർക്ക് റവന്യൂ അധികാരം കിട്ടണമെന്നുള്ളതാണ്. അത് അവരുടേതാണെന്നുള്ളതാണ്. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്ന മുനമ്പം ഭൂ സംരക്ഷണ സമിതി പറയുന്നത് പോലെ ആ ജനത്തിൻ്റെയാണ് ആ സ്ഥലം. അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. അതിന് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മാസം 22-ാം തീയതി സർക്കാർ ചർച്ചയ്ക്ക് യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തെ സർക്കാരിന്റെ ഇടപെടലിനെ സഭാ നേതൃത്വവും ഈ മുനമ്പം സമരസമിതിയും പ്രതീക്ഷയോടെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ കാണുന്നു. കാരണം നമ്മളൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെങ്കിൽ സർക്കാർ വിചാരിച്ചാലേ സാധിക്കുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ആവശ്യം അത് തന്നെയാണ്. സർക്കാർ മുന്നിട്ടിറങ്ങി ഇതിനെ ശാശ്വതമായി പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ ആവശ്യത്തോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോസിറ്റീവായിട്ട് പ്രതികരിച്ചിരിക്കും. അല്പം കൂടെ നേരത്തെ ആകാമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇലക്ഷനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. ഏതായാലും ഈ ചർച്ചയ്ക്ക് വിളിച്ചത് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാണുന്നു, പോസിറ്റീവായിട്ട് കാണുന്നു. 22-ാം തീയതിയിലെ ഈ ചർച്ചയിൽ അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ല, ഈ സമരത്തിന്റെ സ്വഭാവ രീതി മാറും? തീർച്ചയായിട്ടും ഈ സമരത്തെ ഞങ്ങൾ കൂടുതൽ കേരളം ഒട്ടാകെ വ്യാപിപ്പിക്കും. കത്തോലിക്ക കോൺഗ്രസ് ആണ് ഈ സമരത്തെ പൊതുജന മധ്യത്തിലേക്ക് വളരെ കൃത്യമായി അവതരിപ്പിക്കുകയും ഈ പ്രശ്നങ്ങളെ വിശകലനം ചെയ്ത് സാധാരണക്കാരുടെ ഈ നീറുന്ന ജീവൽ പ്രശ്നത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ, സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ പ്രശ്നം പരിഹരിക്കാൻ സന്നദ്ധരാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി അങ്ങനെയല്ല, നിക്ഷിപ്ത താല്പര്യത്തോടെയാണ് പോകുന്നതെങ്കിൽ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് ഈ മന്ത്രിസഭയിലെ തന്നെ ബഹുമാനപ്പെട്ട ഒരു മന്ത്രിയാണ് വളരെ നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവന പ്രകടിപ്പിച്ചത്. അദ്ദേഹം ഒരു പക്ഷത്തിന് വേണ്ടി സംസാരിക്കുകയാണ്. അവിടെ ക്രിസ്തീയ പുരോഹിതന്മാരെയൊക്കെ വർഗീയവാദികളാക്കി ചിത്രീകരിച്ചു. അതൊക്കെ എന്തുമാത്രം മോശമായ ഒരു പ്രസ്താവനയായിരുന്നു എന്ന് ഇന്ന് പൊതുജനം തിരിച്ചറിയുകയും സമൂഹത്തിലെ പ്രഗത്ഭരായ ആളുകളൊക്കെ അതിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ അല്പമെങ്കിലും മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ആ മന്ത്രി ഒരു നാവുപിഴ വന്നതാണെങ്കിൽ അദ്ദേഹം അത് മാപ്പ് പറയേണ്ടതായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല, അതിനുള്ള മാന്യത കാണിച്ചില്ല. പക്ഷേ ഇത്തരം വർഗീയ ചിന്താഗതിയുള്ള മനുഷ്യരുടെ മനസ്സിലാണ് ഈ പ്രശ്നങ്ങൾ കെട്ടടങ്ങരുത് എന്നുള്ളത്. അല്ലാത്ത സുമനസ്സുകളൊക്കെ ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കണമെന്നും ആ മുനമ്പത്തെ 610 പാവപ്പെട്ട കുടുംബങ്ങൾ, സാധാരണക്കാരായ കുടുംബങ്ങൾ, ക്രിസ്ത്യാനികളും ഹൈന്ദവരും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരുമായ സാധാരണക്കാരായ മനുഷ്യർക്ക്
സ്വസ്ഥമായി അന്തി ഉറങ്ങാനുള്ള അവസരം അതിനുള്ള സ്ഥിതി ഇവിടെ ഈ നാട്ടിൽ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസും കത്തോലിക്ക സഭാ നേതൃത്വവും ഉന്നയിച്ച പല വിഷയങ്ങളുണ്ട്. മുൻപ് മാത്രമല്ല, ഇതിനു മുൻപ് വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ, അതോടൊപ്പം ജെ.ബി. കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിടാത്തതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, ഇത് സഭ ഉന്നയിച്ച ഒരു വിഷയത്തിൽ പോലും സർക്കാർ അനുഭാവപൂർവ്വമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഇതിൽ സഭയ്ക്ക് പരിഭവമുണ്ടോ? സഭയ്ക്ക് പരിഭവമല്ല, സഭയ്ക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പ്രശ്നം സഭ ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ അതിനെ നിഷ്കരണം അവഗണിക്കുക എന്ന് പറയുന്നത് അത്യന്തം വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്. അത് വെറും ധാർഷ്ട്യം കാണിക്കലായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. നിങ്ങൾ തന്നെ നോക്കിക്കോ, ഈ വയനാട്ടിലെ പോളിംഗ് ശതമാനം എന്തുമാത്രം കുറഞ്ഞു. എന്താണ് അതിന് കാരണം? അത് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം തന്നെയാണ്. ഒരു പാർട്ടിയെ സഹായിക്കുന്നു, ഒരു പാർട്ടിയെ തള്ളിക്കളയുന്നു എന്നോ അല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വിഷയത്തിൽ ഭരിക്കുന്ന സർക്കാരുകൾക്ക് താല്പര്യമില്ലെങ്കിൽ, പ്രതിപക്ഷത്തിരിക്കുന്നവർ ഉത്തരവാദിത്വത്തോടെ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെങ്കിൽ സാധാരണ ജനങ്ങൾ പ്രതികരിക്കും. ഈ തെരഞ്ഞെടുപ്പിനെ അവർ തള്ളിക്കളഞ്ഞാൽ അത്തരം ഒരു രാഷ്ട്രീയ അജണ്ട ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പുകളിൽ കത്തോലിക്ക കോൺഗ്രസിനുണ്ടായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഈ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി അവതരിപ്പിക്കുകയുണ്ടായി. കത്തോലിക്ക കോൺഗ്രസിന് പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാടുകളാണുള്ളത്. ഉദാഹരണത്തിന് മുനമ്പം പ്രശ്നത്തിന് ഞങ്ങളുടെ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞു. ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണം. മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ദനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് തന്നെ അത് പറഞ്ഞു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് അത് പറഞ്ഞു. CBCയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് അത് പറഞ്ഞു. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും സിറോ മലബാർ സഭാ സെനറ്റിന്റെ സെക്രട്ടറിയുമായ അഭിവന്ദ മാർ ജോസഫ് അംബ്ലാനി പിതാവ് ഇന്നലെ കഴിഞ്ഞ ദിവസം മുനമ്പത്ത് സമരപന്തലിൽ വന്ന് വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞു. ഈ പിതാക്കന്മാരൊക്കെ സംസാരിച്ചപ്പോൾ സഭയുടെ ഒരു രാഷ്ട്രീയ നിലപാട് മാറുന്നു എന്നൊരു പ്രതീതി പൊതുവെ വന്നിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടോ? ഒരു രാഷ്ട്രീയ നിലപാടിൽ സഭ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമോ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് പോവുക? അതായത് അവഗണന കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു താക്കീത് നൽകുക എന്ന ലക്ഷ്യം തന്നെയാണ് സഭയ്ക്ക് മുന്നിലുള്ളത്. തീർച്ചയായും സഭയുടെ സമുദായത്തിന്റെ പ്രശ്നങ്ങളെ നിരന്തരം അവഗണിക്കുന്നവരെ ഞങ്ങൾ ഇനി അതനുസരിച്ച് പ്രതികരിക്കും. അതുപോലെ തന്നെ സാധാരണക്കാരന് വേണ്ടിയാണ് സഭ നിലകൊള്ളുന്നത്. ഇവിടെ ഈ മുനമ്പത്തുള്ളവരാരാണ്? വലിയ പണക്കാരല്ല, സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് വേണ്ടി ആദ്യമായി ശബ്ദമുയർത്തത് സഭാ സംവിധാനങ്ങളാണ്. അത് ഞങ്ങൾ തുടരും. അതിന് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നും പ്രശ്നമല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ BJP സഭ ഉയർത്തുന്ന പല വിഷയങ്ങളെയും പിന്തുണയ്ക്കുന്നുണ്ട്. BJPക്ക് സഭ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങളെ സഹായിക്കുന്നവർ തിരിച്ച് സഹായിക്കുമെന്നും. BJP അങ്ങനെ നിങ്ങളെ സഹായിക്കുന്നു എന്നൊരു തോന്നല് സഭയ്ക്കുണ്ടോ? ആര് സഹായിച്ചാലും അവരോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കും. ഇന്ന പാർട്ടി എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. അതേത് പാർട്ടിയായി ആരോടൊരു അയിത്തമില്ല, ആരോടും ഞങ്ങൾക്ക് അയിത്തമില്ല, തൊട്ടുകൂടായ്മയില്ല. ഒരു മനുഷ്യൻ മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും കൈ കൊടുത്താൽ ആ ആള് BJP ആണോ കോൺഗ്രസ് ആണോ മാർക്സിസ്റ്റ് ആണോ എന്നാണോ നോക്കുന്നത്? കൈ പിടിച്ച് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. ഇനി ആ കൈപിടിച്ച് ചെന്ന് കയറുമ്പോൾ അതിലും വലിയ അപകടത്തിലോട്ടാണോ എന്നുള്ളത് ആലോചിക്കണം. അതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ സഭയ്ക്കും സഭാ നേതൃത്വത്തിനും ഉണ്ടെന്ന് രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം. വ്യക്തമാണ്. സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീലാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുന്നു. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സഭ കൃത്യമായ ബോധവൽക്കരണം വിശ്വാസികൾക്ക് നൽകും. അതനുസരിച്ചായിരിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികളോടും സ്വീകരിക്കുന്ന നിലപാട്. മാത്രമല്ല, ഈ മുനമ്പം വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, ഒരു കോംപ്രമൈസിനും ഇല്ല എന്ന് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്.